നമസ്കാരം, സജീവ് സ്ക്രീൻ പ്ലേയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ കാര്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഈ മണ്ണിലുള്ള നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലുള്ള ഗ്രോ ബാഗിൽ അതുപോലെ വീട്ടിൽ ചുറ്റുമൊക്കെ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം, വീട്ടിൽ ലഭ്യമാകുന്ന പുളിപ്പിച്ച കഞ്ഞിവെള്ളം, അതുപോലുള്ള മറ്റുള്ള പച്ചക്കറിയുടെ മാലിന്യങ്ങൾ, അതുപോലെ വേസ്റ്റ്, അതൊക്കെ നമ്മളത് പുളിപ്പിച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന പ്രശ്നമെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് കിട്ടുകയും പിന്നീട് അത് കുറഞ്ഞു വരികയും ചെയ്യുന്നതായിട്ട് നമ്മൾ പലരും അറിയാമെന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മളത് കാര്യമായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പുളിപ്പിച്ച് അതിൽ ഒഴിക്കുമ്പോഴത്തേക്കും, ചെടികളിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൽ അസിഡിറ്റി ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അസിഡിറ്റി എന്ന് പറയുമ്പോൾ അമ്ലാംശമാണ്. അപ്പോൾ അമ്ലം ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്തിരുന്നാലും മണ്ണിൽ അത് വലിച്ചെടുക്കാൻ ചെടികൾക്ക് കഴിയാതെ വരും. അപ്പോൾ നമ്മളത് ചെയ്യേണ്ടത്, അതിനെ അസിഡിറ്റി ഉണ്ടാക്കാത്ത വളങ്ങൾ ആണ് നമ്മളതിന് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഈ കഞ്ഞിവെള്ളം നമ്മൾ ചെടിയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഇതുപോലെ നമ്മൾ പുളിപ്പിച്ച വളമൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇതിൽ മണ്ണിൽ അസിഡിറ്റി കൂടി വരികയും അതുപോലെ വേരുകളിൽ, ചെടികളുടെ വേരുകളിലൊക്കെ ഫംഗസ് ബാധ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് ചെടികൾക്ക് യഥാമണ്ണം വളങ്ങൾ വലിച്ചെടുക്കാൻ കഴിയാതെ വരികയും സ്വാഭാവികമായിട്ടും അതിൻ്റെ വിളവ് കുറയുകയും ചെയ്യും. അങ്ങനെ ക്രമേണ വിളവ് കുറഞ്ഞ് അതിൽ വിളവില്ലാതെ ഒരവസ്ഥയായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിനുവേണ്ടി ഞാൻ 5-6 ദിവസത്തെ കഞ്ഞിവെള്ളം ഞാൻ സ്റ്റോക്ക് ചെയ്തൊരു ക്യാനിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ശീമക്കൊന്നയിലയും കൂടെ കുത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്. ശീമക്കൊന്നയില എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. നൈട്രജൻ അതുപോലെ കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഈ ക്യാനിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് നല്ല കുലുക്കിയതിന് ശേഷം ഒരു 20 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റിൽ ഞാനതൊരു കാൽഭാഗത്ത് കൂടുതലായിട്ട് ഒഴിച്ചെടുക്കുകയാണ്. അതിനുശേഷം ബാക്കി വെള്ളം നിറച്ച് കൊടുക്കാം. 3/4 ഭാഗത്തോളം വെള്ളം നിറച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഏകദേശം 3/4 ഭാഗത്തോളം വെള്ളം നിറച്ച് കൊടുക്കണം. കാരണം ഇത് ശീമക്കൊന്നയിലയാണ്. അപ്പോൾ നന്നായിട്ട് അഴുകി അതിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു വളമാണ്. നിങ്ങൾ വെറുതെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിക്കുന്നതിനേക്കാളും വളരെയേറെ ഗുണമുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് മൂലകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ 4 ഇരട്ടിയായിട്ട് അതിൻ്റെ ഫലം കിട്ടും. അപ്പോൾ ഇതുപോലെ പച്ച ചാണകം ഞാൻ ഇതിൽ കലക്കി എടുക്കുകയാണ്. ഇതിൽ കുറേ പച്ച ചാണകം, നല്ല ഫ്രഷ് ചാണകമായിരിക്കണം. പഴയ ചാണകമായിരുന്നാലും കുഴപ്പമില്ല, പക്ഷേ അതിനേക്കാളും നല്ലതാണ് ഈ ഫ്രഷ് ചാണകം. അപ്പോൾ ഇത് നന്നായിട്ട് കലക്കി എടുക്കുകയാണ്. അതിൽ നല്ല പുല്ലൊക്കെ തിന്നുന്ന പശുവിൻ്റെ ചാണകമായിരുന്നാൽ ഏറ്റവും നല്ലതാണ്. നല്ല സ്മെല്ലൊന്നും കാണത്തില്ല, നല്ല ഗുണമുള്ളതാണത്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലുള്ള ഗുണം, അതുപോലെ ശീമക്കൊന്നയിലയുടെ അപ്പോൾ ചാണകത്തിലത്, അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങളാണ്. അപ്പോൾ ഇത് 5-6 ദിവസം ഞാൻ പുളിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നല്ല രീതിയിൽ അത് വലിച്ചെടുക്കാൻ കഴിയും. പക്ഷേ നമ്മൾ അതിന് ചെടികൾക്ക് ഒരു ദോഷവും വരാത്ത രീതിയിൽ വേണം നമ്മൾ ഇങ്ങനെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെള്ളം നിറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഇതിലോട്ട് മാറ്റിയിട്ട് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഒഴിക്കാം. അപ്പോൾ ശേഷം നല്ല ചാരം എടുക്കുക, അടുപ്പിൽ നിന്നുള്ള ഫ്രഷ് ചാരം. ഇതുപോലെ കുറച്ച് ചാരം എടുത്ത് ഇതിൽ മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചാരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്, ക്ഷാരഗുണമുള്ളതാണ്. അപ്പോൾ മണ്ണിലുള്ള pH ബാലൻസ് ശരിയാക്കും, ഫംഗസ് ബാധ ഉണ്ടാകത്തില്ല, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ കഞ്ഞിവെള്ളം പോലും നിങ്ങൾ
അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ചാരവും കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം നന്നായിട്ട് മിക്സ് ആവണം. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് അതുപോലെ ചാണകമൊക്കെ നന്നായിട്ട് ലയിപ്പിച്ച് നന്നായിട്ട് മിക്സ് ആക്കണം. അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഈ ചൂട് സമയത്തൊക്കെ ഉള്ള നല്ലൊരു ട്രീറ്റാണിത്. നല്ല രീതിയിൽ വളർച്ച കിട്ടും. നല്ല മണ്ണിന് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ഇപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഞാൻ എൻ്റെ ആനക്കൊമ്പൻ വെണ്ടകളുടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്കിത് നല്ല രീതിയിലുള്ള വിളവ് കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വരും. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം.